सर्वेभ्यो नमस्कारः। अद्यतन छन्दः സൃഗ്വിണി. സൃഗ്വിണി ഛന്ദസ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഛന്ദസ്സിൽ 12 അക്ഷരങ്ങൾ ഉണ്ടാകും. ഇതിൻ്റെ ലക്ഷണം നോക്കാം. രൈശ്ചതുർഭിർയുധ സൃഗ്വിണി സംഗത. രൈശ്ചതുർഭിർ എന്ന് പറഞ്ഞാൽ 4 രഗണങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 4 രഗണങ്ങൾ ഉണ്ടെങ്കിൽ അത് സൃഗ്വിണി ഛന്ദസ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ രഗണം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? മധ്യ ലഘുവാണ്. ആ 12 അക്ഷരങ്ങളിൽ മധ്യലഘുവായിട്ടുള്ള 4 രഗണങ്ങൾ ഉണ്ടാകും. ഇവിടെ ലക്ഷണത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4 എണ്ണവും മധ്യലഘുവാണ്. ഉദാഹരണം, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇന്ന് ഈ സൃഗ്വിണി ഛന്ദസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു ഗീതം കേട്ടിട്ടുണ്ടാവും. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീ നായകം രാമചന്ദ്രം ഭജേ. ഇതാണ് സൃഗ്വിണി ഛന്ദസ്സിൽ വരുന്ന ഒരു ഗീതം. ഇതിൽ നമുക്കൊന്ന് വൃത്തം തിരിച്ച് നോക്കാം. 12 അക്ഷരങ്ങൾ ഉണ്ട്. ഒന്ന് എണ്ണി നോക്കാം അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12. ഈ 4, അതായത് ഈ 12 അക്ഷരങ്ങളിലും 4 രഗണങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. അവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗുരു, ച്യു ലഘു, തം ഗുരു. അവിടെ ആ ഹ്രസ്വമാണെങ്കിൽ കൂടി അടുത്തത് സംയുക്താക്ഷരം ഉള്ളത് കൊണ്ടാണ് ഗുരുവായി മാറിയത്. പിന്നെ കേശവം, കെ ദീർഘം ഗുരു, പിന്നെ ഷ ലഘു, വം അനുസ്വാരമായതുകൊണ്ട് ഗുരു, പിന്നെ രാ ദീർഘം ഗുരു, മ ഹ്രസ്വം ലഘു, ന ദീർഘം ഗുരു, പിന്നെ രാ ദീർഘം ഗുരു, യ ലഘു, പിന്നെ ണം അനുസ്വാര സഹിതമായതുകൊണ്ട് ഗുരു. ഇതേപോലെ തന്നെ മറ്റെല്ലാ ലൈനുകളിലും ഇതേപോലെ രഗണങ്ങൾ ഉണ്ട്. രഗണം സിമ്പിളാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ അല്ലേ? വളരെ സിമ്പിളാണ് വൃത്തങ്ങൾ നമുക്ക് ചെയ്യാൻ. അക്ഷരങ്ങളുടെ ഗുരു ലഘുക്കളെ എങ്ങനെ എഴുതണം എന്നുള്ള നിയമം മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ധന്യവാദ.